വരെ ആ പരിധിയിൽ വരുന്നു എന്ന് ഖുർആൻ പറയും. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ലാഹ്. ബലിമൃഗങ്ങൾ അല്ലാഹു കൽപ്പിച്ച ബലി നടത്താനായി നിങ്ങൾ നിശ്ചയിച്ച, നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൃഗങ്ങൾ, ആ ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. അല്ലാഹു തആല പറയുന്നു ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളായി ബലിമൃഗങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു. അപ്പോ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ വസ്തുക്കളെയും ബഹുമാനിക്കണം. അള്ളിമു ശാഇറല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ ചിഹ്നങ്ങളാണ് മൃഗങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ആ മൃഗങ്ങളെയും ബഹുമാനിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാണ് ആ മൃഗങ്ങളെ ബഹുമാനിക്കൽ? അവയുടെ മേൽ പ്രത്യേക വസ്തുക്കളൊന്നും വഹിപ്പിച്ച് അവയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവയെ ശുദ്ധീകരിക്കണം. അവയെ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന മാലകൾ കഴുത്തിൽ കെട്ടണം. ഇതെല്ലാം അവയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ആ വസ്തുക്കളെ ബഹുമാനിക്കണം, മഹാത്മാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതെല്ലാം അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച കാര്യമാണെങ്കിൽ ഇതൊന്നും ഏറ്റവും വലിയ ബഹുമാനമല്ല, ഏറ്റവും വലിയ വണക്കമല്ല, ഏറ്റവും വലിയ സ്നേഹമല്ല. അള്ളാഹുവിന് നൽകുന്നതിൽ താഴെയാണ് ഇതൊക്കെ എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തൗഹീദിന് യാതൊരു ബന്ധവും സംഭവിക്കുന്നതല്ല. എന്നാൽ ഇതെല്ലാം തൗഹീദാണ് താനും. കാരണം അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച കാര്യം വിശ്വസിക്കണം, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യണം. അള്ളാഹ് കൽപ്പിച്ചത് വിശ്വസിക്കാതെ, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതെ, അതിൽ വിശ്വസിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന പ്രശ്നം വരുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അള്ളാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞതിൽ വിശ്വസിക്കുക, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിൽ ബഹുമാനിക്കുക എന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആരാധനയുടെ അർത്ഥം പറഞ്ഞപ്പോൾ ഇത് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. ആരാധനയുടെ അർത്ഥമെന്ത്, അതിന്റെ ഉദ്ദേശമെന്ത്, അതിന്റെ നിർവചനമെന്ത് എന്നത് സംബന്ധിച്ച് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, വൽ ഇബാദത്തു ഇബാറത്തുൻ അനിൽ ഇത്യാനി ബി അക്മലി വുജൂഹി തഅലീം വദാലിക ലാ യലീഖു ഇല്ലാ ബിമൻ യസ്തുറു മിൻഹു അക്മലു വുജൂഹിൽ ലിനാം. ഇബാദത്ത് എന്നത് മനുഷ്യൻ ആദരവിന്റെ പേരിൽ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. ഏറ്റവും ഉയർന്ന ആദരവ് പ്രകടിപ്പിക്കലാണ് ഇബാദത്ത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നവന് മാത്രമേ ചെയ്യാവൂ. ഏറ്റവും വലിയ ആദരവ് പ്രകടിപ്പിക്കലാണ് ഇബാദത്ത്. അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യുന്നവന് മാത്രമേ അത് നൽകാവൂ. ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കും, പ്രവാചകരും അനുഗ്രഹിക്കും, പലരും അനുഗ്രഹിക്കും. പക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവാണ്. ഖുർആനിൽ തന്നെ കാണാം, സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തിൽ അള്ളാഹു തആല പറയുന്നു, ഇദ് തഖൂലില്ലദി അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി. പ്രവാചകരെ, അള്ളാഹു അനുഗ്രഹിക്കുകയും താങ്കൾ അനുഗ്രഹിക്കുകയും ചെയ്ത ആ സയ്യിദിനോട് നിങ്ങൾ പറഞ്ഞ സന്ദർഭം, സയ്യിദ് റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനായിരുന്നു, സയ്യിദുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് അള്ളാഹു തആല പറയുക, ഇത് തഖൂലില്ലദി അൻഅമല്ലാഹു അലൈഹി, അള്ളാഹു അനുഗ്രഹിച്ച ആ സയ്യിദിനോട് നിങ്ങൾ പറഞ്ഞ സന്ദർഭം. വഅൻഅംത അലൈഹി, നിങ്ങളും അനുഗ്രഹിച്ചു. അപ്പൊ നിങ്ങളും അനുഗ്രഹിച്ചു, അള്ളാഹുവും അനുഗ്രഹിച്ചു. അങ്ങനെ നിങ്ങളാലും അള്ളാഹു ആലും അനുഗ്രഹിക്കപ്പെട്ട ദൈവം എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹിയും അനുഗ്രഹിച്ചു, അള്ളാഹുവും അനുഗ്രഹിച്ചു എന്ന് അള്ളാഹു തആല പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹു തആലക്കാണ് ഏറ്റവും വലിയ സ്നേഹവും വണക്കവും ഭയവും നൽകേണ്ടത്. അപ്പോ അനുഗ്രഹം പലരും ചെയ്യും, പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു ചെയ്യുന്നത് കൊണ്ട് ഇബാദത്തവനാണ്. ഇതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ, ഔലിയാക്കൾ ഇവരെല്ലാം നമ്മെ അനുഗ്രഹിക്കുന്നു. ആത്മീയമായി ഇവർ നമ്മെ അനുഗ്രഹിക്കുന്നു എങ്കിൽ അതെല്ലാം അള്ളാഹു തആല കൊടുക്കുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി അവർ നമ്മെ അനുഗ്രഹിക്കുകയാണ്. മലക്കുകൾ നമ്മെ അനുഗ്രഹിക്കാറുണ്ട്, അവർ നമുക്ക് പാപമോചനം തേടാറുണ്ട്, അവർ നമ്മെ സഹായിക്കാറുണ്ട്. ബദറിലും മറ്റുമൊക്കെ അവർ ഒന്ന് സഹായിച്ചില്ലേ? പക്ഷെ ഇതൊക്കെ അള്ളാഹു തആല നൽകുന്ന സഹായമാണ്, അള്ളാഹു തആലയുടെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം ഏറ്റവും വലിയ വണക്കവും സ്നേഹവും ഭയവും അത് അള്ളാഹു തആലക്ക് മാത്രമാണ് നൽകേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വ്യക്തമായ ചില ഉദാഹരണങ്ങൾ ശറയിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളല്ല, അത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. പ്രവാചകനെ നമുക്ക് എത്ര കണ്ട് ആദരിക്കാം, എത്ര കണ്ട് ബഹുമാനിക്കാം, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തലമുടി കളഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവാണ് തലമുടി കളഞ്ഞത്. അങ്ങനെ അവിടുന്ന് തലമുടി കളഞ്ഞ ശേഷം ആ മുടികൾ എടുത്ത്
അബൂ തൽഹക്ക് നൽകുന്നു. എന്നിട്ട് പറയുന്നു യഖ്സിമുഹു ബൈനന്നാർ, അബൂ തൽഹ ഈ മുടി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക. നബിയുടെ തലമുടി കളഞ്ഞു, ആ മുടി അബൂ തൽഹയെ ഏൽപ്പിച്ചു. അദ്ദേഹത്തോട് പറയുന്നു യഖ്സിമുഹു ബൈനന്നാർ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ അത് വിതരണം ചെയ്യുക. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഓരോ മുടികളായി വിതരണം ചെയ്യുന്നു. അവിടെയുള്ള സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ആര് എന്ന വ്യത്യാസമില്ലാതെ ജനങ്ങൾ എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇത് സ്വീകരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഇത് വിതരണം ചെയ്യുക. അങ്ങനെ അവരത് കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഒരു മുടി സൂക്ഷിക്കാൻ കഴിയുന്നത് ദുനിയാവാസകലം സൂക്ഷിക്കുന്നതിലേറെ ഏറ്റവും ഭാഗ്യമായി, ഏറ്റവും വലിയ ഒരു പുണ്യമായി ഞങ്ങൾ കാണുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല, റസൂലുള്ളാഹിന്റെ വളരെ കാലത്തെ പരിചാരകനായ സുപ്രസിദ്ധ സഹാബി വര്യനായ അനസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഒരു മുടി സൂക്ഷിക്കാൻ കഴിയുന്നത് എത്രയും വലിയ അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ദുനിയാവാസകലം ലഭിക്കുന്നതിലേറെ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്. റസൂലുള്ളാഹ് തന്റെ മുടി അത് ജനങ്ങൾ അനുഗ്രഹീതരാകാൻ വേണ്ടി അവർക്ക് റസൂലുള്ളാഹ് നൽകുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹിയെ ഈ സമുദായം എത്ര കണ്ട് ബഹുമാനിക്കണം, എത്ര കണ്ട് ആദരിക്കണം, റസൂലുള്ളാഹിയോട് എത്ര കണ്ട് സ്നേഹമുണ്ടായിരിക്കണം എന്നത് റസൂലുള്ളാഹിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന്, റസൂലുള്ളാഹ് ഈ മുടി വിതരണം ചെയ്യാൻ കൽപ്പിച്ച കൽപ്പനയിൽ നിന്ന്, അവരത് സ്വീകരിച്ച സ്വീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര കണ്ട് ബഹുമാനിക്കണം. നമുക്ക് നമ്മുടെ തന്നെ മുടിയോട് വല്ല ബഹുമാനവുമുണ്ടോ, വല്ല ആദരവുമുണ്ടോ? എത്ര ആളുകൾ വെട്ടി, എത്ര ആളുകൾ അത് കുഴിച്ചു മൂടി, ആർക്കെങ്കിലും അതോട് ബഹുമാനമുണ്ടോ? എന്ന് മാത്രമല്ല, അത് കാണുന്നത് തന്നെ ആളുകൾക്ക് ഇഷ്ടമല്ല. ഇതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അത് സൂക്ഷിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ അനുഗ്രഹം നേടുന്നു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും എല്ലാം ആ മുടികൾ സൂക്ഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിലും അതുപോലെ തമിഴ്നാട്ടിൽ ബാക്കിയാത്ത് സ്വാലിയാത്ത് കോളേജിലും ഇങ്ങനെ ഒരുപാട് കോളേജുകളും സ്ഥാപനങ്ങളും ലോകങ്ങളിൽ നാം പരിശോധിച്ചാൽ അവിടെയെല്ലാം അന്ന് കിട്ടിയ മുടി പരമ്പരയായി സൂക്ഷിച്ച് അവരെല്ലാം അനുഗ്രഹം നേടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈയിടെ ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ എനിക്കവിടെ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് അവറുകളുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു മുടി എനിക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ എത്രയോ നമുക്ക് കാണാനും കേൾക്കാനുമുള്ള കാര്യമാണ്. മുസ്ലിം ലോകം അതിനെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ഈ ആദരവും ബഹുമാനവും വാസ്തവത്തിൽ ശിർക്കല്ല. ഇതെല്ലാം അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കുക എന്നതിന്റെ വകുപ്പായി, അള്ളാഹുവെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നതിന്റെ ഭാഗമായി മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറയുന്നു, നബിയുടെ ജീവിതകാലത്ത് വീട്ടിൽ രോഗികൾ ആരെങ്കിലും വന്നാൽ നബി അവർക്ക് മന്ത്രിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് രോഗനിവാരണം അവർ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം അവർ വീട്ടിൽ വന്നാൽ ഞങ്ങൾ ചെയ്യാറുള്ളത്, നബി ജീവിതകാലത്ത് ധരിച്ചിരുന്ന നബിയുടെ ഒരു ജുബ്ബ ഉണ്ടായിരുന്നു. ആ ജുബ്ബ വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗികൾക്ക് കുടിപ്പിച്ചു രോഗശമനം കാണാറുണ്ടായിരുന്നു എന്നാണ്. നബി ജീവിതകാലത്ത് ധരിച്ചിരുന്ന ആ ജുബ്ബ അത് വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗികൾക്ക് കുടിപ്പിച്ചു രോഗശമനം കാണാറുണ്ട് എന്ന്. രോഗികൾ വരുമ്പോൾ ജുബ്ബ എടുത്തു കൊടുത്താൽ അവരതുമായി പോകും. അപ്പോൾ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കൂ. നേരെ മറിച്ച് കാലാകാലം ആ ജുബ്ബയുടെ ഗുണം ലഭിക്കാനായി അത് വെള്ളത്തിലിട്ട് വരുന്നവർക്കെല്ലാം വെള്ളത്തിലിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിപ്പിച്ച് രോഗികൾക്ക് ശമനം കാണാറുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറയുന്നതായി ഇമാം മുസ്ലിം അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ സഹീകളിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് ഈ ജുബ്ബ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ രോമസ്പർശനമേറ്റ വസ്തുവാണ്, റസൂലുള്ളാഹിന്റെ തടിയുടെ സ്പർശനമേറ്റ വസ്തുവാണ്. റസൂലുള്ളാഹി നേരത്തെ മുടി വിതരണം ചെയ്തു എങ്കിൽ ആ മുടി സ്പർശിച്ച നബിയുടെ വസ്ത്രമാണ് ജുബ്ബ. ആ ജുബ്ബയുടെ വെള്ളമാണ് ഇവിടെ കുടിപ്പിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോൾ നിർഗളിച്ച ജലമാണല്ലോ മഹത്തായ സംസം. ആ സംസം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സംസം എന്ന വെള്ളം അത് എന്തിനു വേണ്ടി കുടിച്ചോ അതിന് ഫലിക്കും. രോഗം മാറാനാണോ,